ഒരു പുതിയയിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ ബേബി. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കണ്ടെയ്നർ ഷിപ്പിന്റെ എഞ്ചിൻ റൂമാണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു എഞ്ചിൻ റൂം വിസിറ്റ് നടത്തിയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളുടെ എഞ്ചിൻ റൂം എൻട്രൻസിലാണ്. നമ്മളുടെ എഞ്ചിൻ റൂമിന്റെ ഡോറ് നമ്മൾ തുറന്ന് നമ്മളുടെ എഞ്ചിൻ റൂമിന്റെ ചേഞ്ചിങ് റൂമിലേക്കാണ് നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. ഇവിടെ ബേസിക് ആയിട്ട് കുറച്ച് ലോക്കേഴ്സ് ആണുള്ളത്. സെക്കൻഡ് എഞ്ചിനീയർ, തേർഡ് എഞ്ചിനീയർ, ഫോർത്ത് എഞ്ചിനീയർ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ലോക്കേഴ്സ് ഉണ്ട്. നമ്മളുടെ വർക്കിംഗ് ഡ്രസ്സ്, ഷൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാം. അതുപോലെ തന്നെ എഞ്ചിൻ റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. വളരെ കൃത്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള ലാഡറാണ് എഞ്ചിൻ റൂമിലേക്ക് ഉള്ളത്. അപ്പോൾ ആ ഒരു ലാഡേഴ്സ് ഇറങ്ങി നമ്മളിപ്പോൾ എഞ്ചിൻ റൂമിലേക്ക് കിടക്കുകയാണ്. നമ്മളുള്ളത് എഞ്ചിൻ റൂമിലാണ്. നമ്മളുടെ മെയിൻ എഞ്ചിൻ ഫുൾ RPM റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഷിപ്പിന്റെ മെയിൻ എഞ്ചിനാണ്. ഇതിന്റെ ഒരു നോയ്സും നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും. ഇത്രമാത്രം നോയ്സ് ഉള്ള ഒരു എൻവയോൺമെന്റ് ആണ് എഞ്ചിൻ റൂം. അപ്പോൾ പ്രോപ്പറായിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസും ERMFും ഇയർ പ്ലഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം എഞ്ചിൻ റൂമിൽ എൻ്റർ ചെയ്യാൻ. അതുപോലെ ഹെൽമെറ്റ്, സേഫ്റ്റി ഷൂസ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ധരിച്ചിരിക്കണം. നമ്മളിനി ആദ്യമായിട്ട് പോകുന്നത് ഷിപ്പിലെ എഞ്ചിൻ കൺട്രോൾ റൂമിലേക്കാണ്. എഞ്ചിൻ റൂമിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഏരിയ ആണ് ഈ ഒരു എഞ്ചിൻ കൺട്രോൾ റൂം എന്ന് പറയുന്നത്. ഈ ഒരു കൺട്രോൾ റൂമിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് എല്ലാ ഷിപ്പിന്റെ മിഷനറീസും എല്ലാ പമ്പുകളും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ആക്കാനും സ്റ്റോപ്പ് ആക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ മെയിൻ എഞ്ചിന്റെയും ജനറേറ്ററിന്റെയും ഓരോ മിഷനറിയുടെയും പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു കൺട്രോൾ റൂമിൽ നിന്നും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു എഞ്ചിൻ കൺട്രോൾ റൂം എന്ന് പറയുന്നത്. ഈ ഒരു എഞ്ചിൻ റൂമിൽ കുറച്ച് AC ഒക്കെ ഉള്ള ഒരു ഭാഗം ഈ ഒരു എഞ്ചിൻ കൺട്രോൾ റൂമാണ്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മെയിൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും മെയിൻ എഞ്ചിന്റെ പാരാമീറ്റേഴ്സും എന്തെങ്കിലും അലാം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പാനൽസിൽ നിന്ന് നമുക്ക് നമ്മുടെ ജനറേറ്ററിന്റെ ലോഡ്, ജനറേറ്ററിന്റെ പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അതുപോലെ നമുക്ക് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ ഇനി എഞ്ചിൻ റൂമിലേക്ക് വീണ്ടും കടക്കുകയാണ്. നമ്മളിപ്പോൾ വീണ്ടും കൺട്രോൾ റൂമിന്റെ വെളിയിൽ വന്നിരിക്കുകയാണ്. ഇതുപോലുള്ള സ്റ്റീപ്പ് ലാഡേഴ്സ് ആണ് ഈ ഒരു എഞ്ചിൻ റൂമിൽ മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ഷിപ്പിന്റെ മെയിൻ എഞ്ചിനാണ്. നമ്മുടെ മെയിൻ എഞ്ചിന്റെ വ്യൂ ആണ് നിങ്ങൾ ഇവിടെ നിന്നും കാണുന്നത്. ഇതിന്റെ ഓരോ പാർട്സിനെ പറ്റിയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിന് മെയിൻ എഞ്ചിന്റെ സിലിണ്ടർ ഹെഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. മെയിൻ എഞ്ചിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എക്സോസ്റ്റ് മാനിഫോൾഡ്, സിൽവർ പെയിന്റ് അടിച്ചിരിക്കുന്ന വലിയൊരു ടാങ്ക് പോലെയുള്ളതാണ് എക്സോസ്റ്റ് മാനിഫോൾഡ്. അതുപോലെയുള്ള ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരു സൈഡിലൊരു സ്പെയർ റൂംസ്, മെയിൻ എഞ്ചിന്റെയും ജനറേറ്ററിന്റെ ഒക്കെ സ്പെയർ പാർട്സ് വെച്ചേക്കുന്ന ചെറിയൊരു സ്പെയർ റൂമാണ് ഇവിടെ കാണുന്നത്. ഇത് വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. സ്പേസ് പല പല ഏരിയയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് നമ്മളുടെ എഞ്ചിൻ റൂം വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് ഒരു എൻട്രി ഉണ്ട്. ഇവിടെ ഒരുപാട് പണികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ലെയ്ത്ത് മെഷീൻ, അതുപോലെ തന്നെ സ്പാനേഴ്സ്, എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത്. വർക്കിംഗ് ടേബിള്, വെൽഡിംഗ് മെഷീൻ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു എഞ്ചിൻ റൂം വർക്ക്ഷോപ്പിൽ അവൈലബിൾ ആണ്. എഞ്ചിൻ റൂം വർക്ക്ഷോപ്പിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സ്പാനേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും വർക്ക്ഷോപ്പ് നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ടൂളൊക്കെ എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഇതൊരു ഡ്രില്ലിംഗ് മെഷീനാണ്. അതുപോലെ തന്നെ ഇത് കൂടാതെ ഒരുപാട് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീനും വേറെയും കുറെ എക്യുപ്മെന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ എഞ്ചിൻ റൂം വർക്ക്ഷോപ്പിൽ നിന്നും വെളിയിൽ വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ എഞ്ചിൻ റൂമിന്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു വ്യൂ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഇതെല്ലാം സ്പെയർ പാർട്സ് ആണ്. സ്പെയർ ആയിട്ടുള്ള എക്സോസ്റ്റ് വാലും മെയിൻ എഞ്ചിന്റെ ലൈനറൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിനുശേഷം നിങ്ങളിവിടെ കാണുന്ന ആ ഒരു ബോക്സ് പോലുള്ള സാധനമാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. നമ്മളുടെ സീവേജ്, ഷിപ്പിൽ നിന്നുമുള്ള സീവേജ് ഒക്കെ ഈ ഒരു പ്ലാന്റിൽ വന്നിട്ടാണ് അത് വെളിയിലേക്ക് പോകുന്നത്. ഇതൊരു സ്പെയർ ടർബോ ചാർജർ ആണ്. അതുപോലെ തന്നെ ഷിപ്പിന്റെ ടർബോ ചാർജർ കേസിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ടർബോ ചാർജർ ഉണ്ടാവുന്നത്. ഇത് ബോയിലർ ഫീഡ് വാട്ടർ ടാങ്ക് ആണ്. ചെറിയൊരു കാസ്കറ്റ് ടാങ്ക് എന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വലിയ രണ്ടൊരു ടാങ്ക് കാണാം. ഒന്നെന്ന് എഴുതിയ ടാങ്ക് ആണ് എയർ ബോട്ടിൽ. ഈ ഒരു എയർ ബോട്ടിലിന്റെ ഉള്ളിലാണ് എയർ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ആ ഒരു എയർ വെച്ചിട്ടാണ് നമ്മളുടെ മെയിൻ എഞ്ചിനും ജനറേറ്ററും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചുമന്ന കളറിൽ കാണുന്നത് ചെറിയൊരു എയർ ബോട്ടിലാണ്. നമ്മളുടെ മെയിൻ എയർ ബോട്ടിൽ കാലിയാകുകയും നമ്മുടെ ജനറേറ്റർ സ്റ്റാർട്ട് ആവാൻ പറ്റാത്തൊരു അവസ്ഥ വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എമർജൻസി ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എമർജൻസി എയർ കംപ്രസറും എമർജൻസി എയർ ബോട്ടിലുമാണ് കണ്ടത്. ഈ കാണുന്നതിൽ നമ്മളുടെ ഷിപ്പിന്റെ മെയിൻ എയർ കംപ്രസറാണ്. ഈ ഒരു കംപ്രസറുകൾ ഉപയോഗിച്ചിട്ടാണ്
നമ്മൾ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എയർ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു എയർ ആണ് നമ്മൾ കണ്ട എയർ ബോട്ടിലിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഷിപ്പിന്റെ എഞ്ചിന്റെ ടർബോ ചാർജറിന്റെ ആ ഒരു ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എഞ്ചിന് 3 ടർബോ ചാർജറാണ് ഉള്ളത്. അവിടെ നിങ്ങൾക്ക് ആ കറുത്ത കളറിൽ ഒരു വെള്ളയും കറുപ്പുമായിട്ട് കാണാം. അതാണ് ടർബോ ചാർജറിന്റെ ഒരു ഫിൽറ്റർ ആണ്. അത് നമ്മൾ എല്ലാ മാസവും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം നിങ്ങൾക്ക് വലിയ വലിയ സ്പാനേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഇതെല്ലാം മെയിൻ എഞ്ചിനും അതുപോലെ തന്നെ ഓരോ മിഷനറിക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ ടൂളുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ടർബോ ചാർജറിന്റെ നല്ലൊരു വ്യൂവും നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആ നേരെ കാണുന്ന 2 പമ്പും ചെറിയൊരു ടാങ്കുമായിട്ടുള്ള യൂണിറ്റ് ആണ് നമ്മളുടെ സിലിണ്ടർ ഓയിൽ ലൂബ്രിക്കേഷന് വേണ്ടിയുള്ള യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കെമിക്കൽ സ്റ്റോർ ഉണ്ട്. നമുക്ക് ഷിപ്പിൽ പല ആവശ്യങ്ങൾക്ക് നമ്മൾ പല പല കെമിക്കൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ കെമിക്കൽ സ്റ്റോർ ആണിത്. കെമിക്കൽസ് ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ വെക്കണം. ഒരിക്കലും ഒരു സ്പില്ലേജോ കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ട് വളരെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കെമിക്കൽസ് ഒക്കെ വെക്കാൻ. അതിനൊക്കെ ഒരുപാട് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചായിരിക്കും നമ്മൾ ഈ കെമിക്കൽസ് ഒക്കെ ഷിപ്പിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. മൊത്തത്തിൽ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും ഓരോ ലാഡേഴ്സ് ആണ് ഉള്ളത്. ഈ ഒരു ലാഡർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും കിടക്കുന്നത്. ഇതിപ്പോൾ മെയിൻ എഞ്ചിന്റെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. അണ്ടർ പിസ്റ്റൺ ഏരിയ അഥവാ മാനോവറിംഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇത് മെയിൻ എഞ്ചിന്റെ അണ്ടർ പിസ്റ്റൺ ഏരിയ ആണ്. ഇവിടേക്കാണ് നമ്മളുടെ സ്കാവഞ്ച് മാനിഫോൾഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനെപ്പറ്റി സ്കാവഞ്ച് മാനിഫോൾഡിനെ പറ്റിയും സ്കാവഞ്ച് ക്ലീനിങ്ങിനെ പറ്റിയും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ദയവായിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മെയിൻ എഞ്ചിൻ എമർജൻസി ഘട്ടങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒരു എമർജൻസി മാനോവറിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഷിപ്പിന്റെ മെയിൻ ജനറേറ്റർ റൂമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെ 4 മെയിൻ ജനറേറ്ററുകളാണ് ഉള്ളത്. 1820 കിലോ വാട്ടിന്റെ 4 ജനറേറ്ററുകളാണ് ഈ ഒരു ഷിപ്പിന് പവർ കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ജനറേറ്ററുകൾ. ഈ ഒരു ജനറേറ്ററിന്റെ മെയിൻ്റെനൻസ് ഒക്കെ നോക്കുന്നത് 3rd എഞ്ചിനീയർ റാങ്കിലുള്ള ആൾക്കാരാണ്. നോർമലി ഇതെല്ലാം എൻ്റെ മിഷനറിയാണ്. ഞാനാണ് ഈ ഒരു ജനറേറ്ററിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷിപ്പിന്റെ ജനറേറ്ററുകൾ. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ചെറിയ 2 പമ്പുകളൊക്കെ കാണാം. അതുപോലെ തന്നെ സ്പെയർ സിലിണ്ടർ ഹെഡ്, ജനറേറ്ററിന്റെ ഓരോ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ സൈഡിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ജനറേറ്ററിന്റെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമലി നമ്മൾ ഒരു 2 ജനറേറ്ററൊക്കെയാണ് ഷിപ്പ് റണ്ണിങ് സമയത്ത് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പോർട്ടിലേക്ക് കടക്കാൻ നേരത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടുവാണെങ്കിൽ നമ്മൾ 3ഉം 4ഉം ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രഷ് വാട്ടർ ജനറേറ്റർ ആണ്. എന്താണ് ഫ്രഷ് വാട്ടർ ജനറേറ്റർ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ദയവായിട്ട് അതൊന്ന് കാണുക. ഫ്രഷ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഷിപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫ്രഷ് വാട്ടർ ജനറേറ്റർ. അതുപോലെ തന്നെ ഈ കാണുന്നത് കൂളറാണ്. നമ്മളുടെ മെയിൻ എഞ്ചിനിൽ നിന്നും വരുന്ന ഹോട്ടായിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ കൂളന്റിനെയൊക്കെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൂളേഴ്സ് ആണ്. HT കൂളർ, LT കൂളേഴ്സ് ഒക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിനുശേഷം നമ്മളിവിടെ കാണാൻ പോകുന്നത് മെയിൻ എഞ്ചിന്റെ ഫ്യൂൽ ഓയിൽ സിസ്റ്റം ആണ്. വെക്കുന്നത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ ഫ്യൂൽ ഓയിൽ ഫിൽറ്റർ ഒക്കെ നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ ഒരുപാട് വാൾവ്സ്, പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാമാണ് മെയിൻ എഞ്ചിന്റെ ഫ്യൂൽ ഓയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ കാറിന്റെ ഒക്കെ ഫ്യൂൽ ഓയിൽ സിസ്റ്റം വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷേ ഷിപ്പിന്റെ അങ്ങനെയല്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഫ്യൂൽ ഓയിൽ സിസ്റ്റം ഒക്കെ. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ എഞ്ചിനീയേഴ്സ് ആയിട്ട് പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഫസ്റ്റ് ഷിപ്പിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ ലൈൻസ്, ഇതെല്ലാം ട്രേസ് ചെയ്ത് ഓരോ ലൈൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ 4th എഞ്ചിനീയറിന്റെ ഏരിയ ആണ് ഈ ഒരു പ്യൂരിഫയർ റൂം. ഇവിടെ നിങ്ങൾക്ക് ആ റെഡ് കളറിൽ അടിച്ചു വെച്ചേക്കുന്ന പെയിന്റ് അടിച്ചു വെച്ചേക്കുന്ന പ്യൂരിഫയർ ആണ് ഫ്യൂൽ ഓയിൽ പ്യൂരിഫയർ. യെല്ലോ കളറിൽ അടിച്ചു വെച്ചേക്കുന്നത് മെയിൻ എഞ്ചിന്റെ ലൂബ് ഓയിൽ പ്യൂരിഫയർ ആണ്. ഈ ലൂബ് ഓയിൽ പ്യൂരിഫയർ ഒക്കെ എല്ലാ ദിവസവും എപ്പോഴും റണ്ണിങ് കണ്ടീഷനിലായിരിക്കും. കാരണം നമ്മളുടെ ഷിപ്പിന്റെ മെയിൻ എഞ്ചിന്റെ ഓയിലൊന്നും നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യില്ല. നമ്മൾ പ്യൂരിഫൈ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഓയിൽ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ, നമ്മുടെ കാറിന്റെ ഒക്കെ ഓയിൽ നമ്മൾ വർഷം ചേഞ്ച് ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്യൂരിഫയറിന്റെ ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്യൂരിഫയർ ഏരിയയിൽ നിന്ന് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ചെറിയ ഫോം എക്സ്റ്റിങ്ക്യൂഷേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഷിപ്പിലുള്ള എല്ലാവരും ഈ എക്സ്റ്റിങ്ക്യൂഷേഴ്സിന്റെ ലൊക്കേഷനൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മളൊരു ഷിപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിന്റെ ഒക്കെ ലൊക്കേഷൻ ഒന്ന് നോക്കി വെക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ബോട്ടം പ്ലാറ്റ്ഫോമിലാണ് എത്തിയിരിക്കുന്നത്.
ഷിപ്പിന്റെ എഞ്ചിന്റെ ഏറ്റവും താഴത്തെ പ്ലാറ്റ്ഫോമാണിത്. ഇതിന്റെ താഴത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ലൂബ് ഓയിൽ കൂളേഴ്സ് കാണാം. നമ്മൾ മേലെ കണ്ട പോലെ തന്നെയുള്ള മെയിൻ എഞ്ചിന്റെ ലൂബ് ഓയിലിനെ കൂൾ ചെയ്യാൻ വേണ്ടിയുള്ള കൂളറാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഒരുപാട് പമ്പ്സ് കാണാം. LT കൂളർ പമ്പ്സ്, അതുപോലെ തന്നെ സീ വാട്ടർ പമ്പ്സ്, ബലാസ് പമ്പ്സ്, അങ്ങനെ വലിയ വലിയ പമ്പുകൾ ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ആ ഒരു പമ്പുകളൊക്കെയാണ്. ഇത് സീ ചെസ്റ്റ് എന്ന് പറയും. വെള്ളം എടുക്കുന്നത് ആ ഒരു ഏരിയയിൽ നിന്നുമാണ്. നമ്മളിപ്പോ എഞ്ചിന്റെ ക്രാങ്കേസ് ഡോറിന്റെ ആ ഒരു ഏരിയയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആ 4, 5, 6, 7 എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതൊക്കെ ഓരോ യൂണിറ്റിലേക്കുമുള്ള ക്രാങ്കേസ് ഡോറുകളാണ്. ആ ഒരു ഡോറൊക്കെ തുറന്ന് അതിന്റെ ഉള്ളിൽ കയറാനൊക്കെ നമുക്ക് സാധിക്കും. നമ്മൾ ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യാൻ നേരത്തും മെയിൻ എഞ്ചിന്റെ പിസ്റ്റൺ ഊരാൻ നേരത്തും ഒക്കെ ആ ഒരു ഡോറ് വഴിയാണ് എഞ്ചിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. നമ്മളുടെ ഇപ്പോൾ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്ലോ RPM ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എഞ്ചിന്റെ ഒരു മാക്സിമം RPM എന്നൊക്കെ പറയുന്നത് ഒരു 80 RPM നമ്മൾ മാക്സിമം പോകുന്നത്. 80-85 RPM നമ്മൾ മാക്സിമം പോവാറ്. നോർമൽ റണ്ണിങ് സമയത്ത് നമ്മളൊരു 60 RPM 70 RPM ആ റേഞ്ചിലേക്കാണ് പോകുന്നത്. മാക്സിമം സ്പീഡായിട്ട് നമ്മൾ പോകുന്നത് ഏകദേശം ഒരു 80-82 RPM നമ്മൾ മാക്സിമം പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ബോട്ടം പ്ലാറ്റ്ഫോം, എഞ്ചിൻ റൂമിൽ ഏറ്റവും ബോട്ടം പ്ലാറ്റ്ഫോമിൽ ഏറ്റവും എൻഡിൽ, എഞ്ചിൻ റൂമിന്റെ ഏറ്റവും എൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എഞ്ചിന്റെ ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ താഴെയുള്ള പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ബിൽജസ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു എഞ്ചിൻ റൂം ബിൽജസിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ദയവായിട്ട് ആ ഒരു വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. നമ്മളുടെ ഷാഫ്റ്റ് ഇങ്ങനെ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. 55,890 bhp പവറുള്ള ഒരു മാൻ BMW എന്ന് പറയുന്ന എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു എഞ്ചിനാണ്. ഏകദേശം ഒരു 4 ഫ്ലോറിന്റെ ഒക്കെ ഹൈറ്റ് ഉള്ള ഒരു എഞ്ചിനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെറിയൊരു എയർ ബോട്ടിൽ പോലെയുള്ള സാധനം, ഇത് ഹൈഡ്രോഫോർ ആണ്. നമ്മുടെ ഷിപ്പിൽ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാ ഫ്ലോറിലേക്കും വെള്ളം എത്തിക്കുന്നത് ആ ഒരു ചെറിയ ഹൈഡ്രോഫോർ ടാങ്കിന്റെ സഹായത്തോടു കൂടിയാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു എഞ്ചിൻ റൂം ലാഡറിന്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളുടെ എഞ്ചിൻ റൂം ലാഡർ ഇരിക്കുന്നത്. ഈ ഒരു ലാഡേഴ്സ് ഒക്കെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഡെയിലി കയറി ഇറങ്ങേണ്ടിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് എഞ്ചിൻ റൂമിലെ ജോബ് തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ എഞ്ചിൻ റൂം, ഷിപ്പിന്റെ എഞ്ചിൻ റൂം ഇരിക്കുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മിഷനറീസ് കാണാം. ഇത് ഇൻസിനേറ്റർ എന്ന് പറയും. ഷിപ്പിൽ ഓയിലി വേസ്റ്റ് അല്ലെങ്കിൽ ഓയിലി റാക്സ് ഒക്കെ, നമ്മൾ ഓയിലൊക്കെ തുടച്ച് തുണി കാര്യങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻസിനേറ്റർ ആണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമർ റൂമിലേക്കാണ്. ഷിപ്പിന്റെ ഹൈ വോൾട്ടേജിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത 440 220 ആക്കാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലുള്ള ട്രാൻസ്ഫോമേഴ്സ് ആണ് ഇത്. ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ വോൾട്ടേജ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ റൂമിലൊന്നും ട്രെയിനി ആയിട്ടുള്ള ഒരു ചുമ്മാ എൻ്റർ ചെയ്യരുത്. നിങ്ങൾ പ്രോപ്പർ പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡ്യൂട്ടി എഞ്ചിനീയറിന്റെ കൂടെയാണ് എൻ്റർ ചെയ്യാവുള്ളൂ. ഇതെല്ലാം നമ്മളുടെ AC പ്ലാന്റിന് വേണ്ടിയുള്ള സിസ്റ്റംസ് ആണ്. ഇവിടെ നമുക്ക് ക്യാബിനിലൊക്കെ ചൂടുവെള്ളം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു കലോറിഫയർ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ചെറിയ ഹീറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളുടെ ക്യാബിനിലും നമുക്ക് കുളിക്കാനൊക്കെ വേണ്ടിയുള്ള ചൂടുവെള്ളം റെഡിയാവുന്നത്. ഇതിൽ ഇലക്ട്രിക്കലും അതുപോലെ തന്നെ സ്റ്റീം വെച്ച്, ബോയിലറിന്റെ സഹായത്തോടു കൂടിയുള്ള സ്റ്റീം വെച്ചുള്ള 2 രീതിക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മളുടെ AC പ്ലാന്റിന്റെ കംപ്രസറുകളാണ്. വലിയ കംപ്രസറാണ്. കാരണം നമ്മളുടെ കംപ്രഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഏരിയ ഉള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾക്ക് വലിയ കംപ്രസറുകൾ ആവശ്യമാണ്. ഇവിടെ ചെറിയൊരു എഞ്ചിൻ റൂം ടോയ്ലറ്റ് നിങ്ങൾക്ക് കാണാം. ചെറിയൊരു ടോയ്ലറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റീം ലൈനുകളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബോയിലർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ പോകുന്നത്. ബോയിലർ പ്ലാറ്റ്ഫോം ഇതിന്റെയും മുകളിലേക്കാണ്. ഇനി ഒരു 2 നില 3 നിലയൊക്കെ കയറിയാലാണ് നമ്മൾ ബോയിലർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയുള്ളൂ. കാരണം ബോയിലർ പ്ലാറ്റ്ഫോം ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു ഷിപ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരു പ്രാവശ്യം കയറിയാൽ പോരാ. നമ്മളൊരു 5ഉം 8ഉം അലാമൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം കയറേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, ഇതൊക്കെ എപ്പോൾ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ SCCW കോഴ്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയയും ഇതിന്റെ ലൊക്കേഷനൊക്കെ ഓർത്തിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അതിന് കൂടാണ്ട് അവിടെ ഫയർ ഹൈഡ്രന്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബോയിലർ പ്ലാറ്റ്ഫോമിലാണ്. ഇതാണ് നമ്മളുടെ ബോയിലറിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ബർണർ യൂണിറ്റും ബോയിലറുമാണ് കാണുന്നത്. അത് ഒറ്റ സ്ക്രീനിൽ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുള്ളൂ.
അപ്പോൾ ഇതാണ് നമ്മളുടെ ബോയിലർ. ബോയിലറിന്റെ മൊത്തത്തിലുള്ള വിഷ്വൽസ് ഇനിയും നിലകൾ കിടക്കുവാണ്. ഒരു 3 നില ഹൈറ്റ് ഒക്കെ ഉണ്ടാവും ഈ ഒരു ബോയിലറിന് തന്നെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷിപ്പിലെ ബോയിലർ. ഈ ഒരു ബോയിലർ വെച്ചിട്ട് നമ്മൾ വെള്ളം ചൂടാക്കി അതിൽ നിന്നും കിട്ടുന്ന സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഫ്യൂല് ഹീറ്റ് ആക്കാനും അതുപോലെ നമുക്ക് അക്കോമഡേഷനിലേക്ക് വേണ്ടിയുള്ള ഹോട്ട് വാട്ടറിന് വേണ്ടിയും അങ്ങനെ ഒരുപാട് പർപ്പസിന് വേണ്ടി ഈ ഒരു ബോയിലറിൽ നിന്നും വരുന്ന സ്റ്റീം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻജിൻ റൂമിലെ ഒരു ടോപ്പ് വ്യൂയോട് കൂടി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ബിബിൻ ബേബി സൈനിങ് ഔട്ട്.